ഇന്നാണ് ബേപ്പൂരിന് സമീപം, അത് അഴീക്കലിനോട് വളരെ ചേർന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പലിന് തീപിടിച്ചു എന്നുള്ള വാർത്ത, അത് ഉച്ചയോടെയാണ് ആ വാർത്ത വന്നത്. സിംഗപ്പൂർ പതാകയുള്ള ചരക്ക് കപ്പൽ വാൻഹായ് 503 വെള്ളിയാഴ്ച കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട് നവി മുംബൈയിൽ നാളെ എത്തേണ്ടിയിരുന്ന കപ്പലാണ്. ഇന്ന് രാവിലെ 9:30 ആകുമ്പോൾ കപ്പലിൽ നിന്ന് സ്ഫോടനമുണ്ടായി എന്ന വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുകയായിരുന്നു. അഴീക്കൽ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ, ബേപ്പൂരിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ, അഴീക്കലിനോട് കുറച്ച് ചേർന്ന് കിടക്കുന്ന ഇടത്താണ് ഈ അപകടമുണ്ടായിട്ടുള്ളത് എന്നതാണ്. കണ്ടെയ്നറുകളിലേക്ക് തീ വ്യാപിക്കുന്നു, അപ്പർ ഡെക്കിൽ തീ ഉണ്ടാകുന്നു എന്നതാണ്. അതിൽ നിലവിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. 40 ജീവനക്കാർ എന്ന് അല്പസമയം മുൻപ് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. 22 ജീവനക്കാർ എന്നതാണ് ഇതുവരെ നമ്മൾ കേട്ടത്. 18 ജീവനക്കാർ അപ്പോൾ തന്നെ കടലിലേക്ക് ചാടി. അവരെ മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി. MV1 മാർവൽ കപ്പൽ വഴി അവരെ രക്ഷപ്പെടുത്തി. ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരം എന്നൊക്കെയുള്ളത് അതും നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയില്ല. അതുൽ പിള്ള അല്പസമയം മുൻപ് പറഞ്ഞത് അതൊക്കെ അല്പസമയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയൂ. ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ്. ഒപ്പം 4 പേർക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ 40 പേരാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എവിടെ എന്ന ചോദ്യം അത് വളരെ പ്രധാനമാണ്. ആകെ എത്ര പേരുണ്ടായിരുന്നു എന്നതിൽ പോലും ഇപ്പോൾ അവ്യക്തതയാണ്. മറ്റൊന്ന് വളരെ പ്രധാനം, തീ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനായി നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ 5 കപ്പലുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അത് കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ കൂടാതെ നേവിയുടെ പ്രധാനപ്പെട്ട കപ്പലുകൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനം INS സൂറത്ത് എന്ന കപ്പൽ അവിടെ എത്തിയിട്ടുണ്ട്. നാവികസേനയുടെ ഏറ്റവും വലിയ കപ്പലാണ്. ആ കപ്പൽ അവിടെ എത്തിയിട്ടുണ്ട്. ഏകോപിപ്പിക്കുന്നത്, കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് ഏകോപിപ്പിക്കുന്നത് INS സൂറത്താണ് എന്നുള്ളതാണ്. INS സത്ലജ് പുറപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്. ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് പുറപ്പെട്ടിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് അത് അങ്ങോട്ടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഫയർ ഫൈറ്റിംഗ് എന്നുള്ളത്, തീ നിയന്ത്രണ വിധേയമാക്കുക, തീ അണയ്ക്കുക എന്നുള്ള പ്രവൃത്തി, കാണാതായവരെ കണ്ടുപിടിക്കുക, ഈ 2 പ്രവർത്തനങ്ങൾ പ്രഥമ പരിഗണനയോടെ തന്നെ കോസ്റ്റ് ഗാർഡും നാവികസേനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ കപ്പലിലുള്ള വസ്തുക്കൾ അത് അങ്ങേയറ്റം അപകടകരമായ രാസവസ്തുക്കളാണ്, തീ പിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണ് എന്നുള്ളതാണ്. കാറ്റഗറി തിരിച്ച് 4 തരം അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ്. തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകം അത് ക്ലാസ് 3 വിഭാഗത്തിൽ പെടുന്ന. ക്ലാസ് 4.1 തീ പിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുവാണ്. 4.2 വിഭാഗത്തിൽപ്പെടുന്ന തനിയെ തീ പിടിക്കാൻ സാധ്യതയുള്ളത്. 6.1 വിഷമുള്ള രാസവസ്തു. അങ്ങനെ അങ്ങേയറ്റം അപകടകരമായ 4 തരത്തിലുള്ള വസ്തുക്കൾ ഇതിലുണ്ട്. അങ്ങനെയെങ്കിൽ അത് കടലിലേക്ക് മുങ്ങിപ്പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. തീ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് ആശങ്കയുള്ള സാഹചര്യമാണ്. പക്ഷേ ജാഗ്രതയോടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. നിലവിൽ എത്രത്തോളം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതെല്ലാം നമുക്ക് അല്പസമയം കഴിഞ്ഞ് മാത്രമേ പറയാൻ കഴിയൂ. ഏറ്റവും ഒടുവിലായി കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു വിശദീകരണം, ഒരു പ്രസ്താവനയൊന്നും വരുന്നില്ല എന്നുള്ളതും അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നതാണ്. നേരത്തെ ഡിഫൻസ് PRO അതുൽ പിള്ളയും നമ്മോട് പറഞ്ഞത്, മന്ത്രിയും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ കണ്ടെയ്നർ ഉള്ളത് എന്നൊക്കെ ഉള്ളതിന് കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസ് ആണ് പറയേണ്ടത് എന്ന് മന്ത്രി VN വാസനും അല്പസമയം മുൻപ് പറയുന്നുണ്ടായിരുന്നു. തീപിടുത്തത്തിനുള്ള കാരണം എന്ത് എന്നുള്ളതും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊക്കെ പിന്നീട് മാത്രം നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിന്റെ വിശദാംശത്തിലേക്കൊക്കെ പോകേണ്ടത് പിന്നീടാണ്. ഇപ്പോഴത്തെ പ്രയോറിറ്റി, ഇപ്പോഴത്തെ മുൻഗണന എന്നുള്ളത് ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ, അതിൽ കാണാതായ ആളുകളെ രക്ഷപ്പെടുത്തുക, അവരെവിടെയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അവർ സ്പോട്ട് ചെയ്ത് അവരെ രക്ഷിക്കുക എന്നുള്ളത്. മറ്റൊന്ന് തീ നിയന്ത്രണ വിധേയമാക്കുക എന്ന തരത്തിൽ. അതിൽ നേവിയും കോസ്റ്റ് ഗാർഡും വിമാനങ്ങൾ ഉൾപ്പെടെയുണ്ട്, കപ്പലുകളുണ്ട്. ആ കപ്പലുകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിലൂടെ ഈ പരുക്കേറ്റവരെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ഒരുപക്ഷെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ബേപ്പൂരിലേക്ക് വരുമോ എന്നുള്ളതിൽ അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് എല്ലാ വൈദ്യസഹായവും നൽകുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ബേപ്പൂരിൽ ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് എന്താണ്? മിഥില ബാലൻ ഒരിക്കൽ കൂടി ചേരുകയാണ് തത്സമയം. മിഥില, നേരത്തെ കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നുണ്ടായിരുന്നു, കൂടാതെ ടഗ് ബോട്ടുകൾ, ഇവരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ടഗ് ബോട്ടുകൾ എത്തിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏത് തരത്തിലേക്കാണ് അവിടെ സജ്ജീകരണങ്ങൾ? അനുജ, ഏറ്റവും ഒടുവിൽ പോർട്ട് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും, അതായത് സാധ്യത എന്നതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഒന്നും തന്നെ പോർട്ട് ഓഫീസർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ നേരത്തെ ലഭ്യമായ അറിയിപ്പ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് പ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ 2 ആംബുലൻസുകളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ ഒരുക്കാൻ, വൈദ്യസഹായം ഉൾപ്പെടെ അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളോടും ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും, ബേപ്പൂർ തുറമുഖത്ത് നിന്നും 70 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. മാത്രമല്ല, ബേപ്പൂർ തുറമുഖത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ
വലിയ കപ്പലുകൾക്ക് നേരിട്ട് ഈ തുറമുഖത്ത് എത്താൻ കഴിയില്ല. കപ്പൽ ചാലിന് ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾ ഇങ്ങോട്ട് സാധാരണ അടുപ്പിക്കാറില്ല. ഇത്തരത്തിൽ പരുക്കേറ്റ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ പുറംകടലിൽ വരെ ടഗ് ബോട്ടുകൾ കൊണ്ടുപോയി അവിടെ നിന്നും വലിയ ഷിപ്പിൽ നിന്നും പരിക്കേറ്റ ആളുകളെ ഈ ടഗ് ബോട്ടുകളിൽ കയറ്റി ഈ തുറമുഖത്ത് എത്തിച്ച് അതിനുശേഷം ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സജ്ജീകരണമാണ് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന നേരമനുസരിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളോടെല്ലാം തന്നെ തയ്യാറായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന നിർദ്ദേശമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഇതൊരു സാധ്യത മാത്രമാണ് എന്ന് പോർട്ട് ഓഫീസർ പറയുന്നുമുണ്ട്. അനുജ, അതാണ് പരിക്കേറ്റവരെ എത്തിക്കാനുള്ള ട്രക്ക് ബോട്ടുകൾ ഉൾപ്പെടെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി കൂടി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അവരെ പക്ഷേ ബേപ്പൂരിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമാണ്.